നമസ്കാരം. പ്രധാന വാർത്തകൾ. സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകി ഹണി റോസ്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട 27 പേർക്കെതിരെ പരാതി. അന്വേഷണം ആരംഭിച്ചതായി എറണാകുളം സെൻട്രൽ പോലീസ്. അഞ്ചു വർഷം മുൻപ് ഉപേക്ഷിച്ച സിം കാർഡിന്റെ പേരിൽ കൊല്ലം സ്വദേശിക്ക് ജയിൽവാസവും മാനനഷ്ടവും. ജിതിന്റെ പഴയ സിം കാർഡ് ഉപയോഗിച്ച് നടന്നത് കോടികളുടെ തട്ടിപ്പ്. പോലീസ് പിടിച്ചെടുത്ത ജിതിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടക്കുന്നു. തെലങ്കാന പോലീസിന് നിന്ന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനമെന്നും ജിതിൻ. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൂച്ചപ്പാറ കോളനിയിലെ മണി. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് പരിക്ക്. വനനിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി സാദിഖ് അലി തങ്ങൾ. ചെന്നിത്തലയുടെ വാക്കുകൾ ഏറ്റെടുത്ത് ഫാസിസത്തിനെതിരെ ഒന്നിച്ചു പോരാടാമെന്ന് ലീഗ് പ്രസിഡന്റ്. പുകഴ്ത്തുന്നത് മുഖ്യമന്ത്രിയാക്കാനല്ലെന്ന് എം.കെ. മുനീർ. ആരെങ്കിലും പുകഴ്ത്തിയാൽ കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രിയാകില്ലെന്ന് കെ. മുരളീധരൻ. മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് എൻ.സി.പി അധ്യക്ഷൻ പിന്നോട്ട്. തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് പി.സി. ചാക്കോ. എൽ.ഡി.എഫിന്റെ കെട്ടുറപ്പാണ് പ്രധാനം. മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും വിശദീകരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ബി.ജെ.പിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് വി. മുരളീധരനെ ഉയർത്തിക്കാട്ടും. തന്ത്രമൊരുക്കുന്നത് കേന്ദ്ര നേതൃത്വം നേരിട്ട്. തലസ്ഥാന നഗരത്തിൽ പ്രവർത്തനം സജീവമാക്കി മുൻ കേന്ദ്രമന്ത്രി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കണ്ണൂർ ജയിലിലെത്തിച്ച പെരിയ കൊലക്കേസ് കുറ്റവാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ച CPM. ജയിലിന് മുന്നിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി. പ്രതികളെ സന്ദർശിച്ച് പി. ജയരാജൻ. പ്രതികളുടെ വീടുകൾ സന്ദർശിച്ച് MLA-മാർ. നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും മുനമ്പത്ത് പ്രതിഷേധം കൂടുതൽ കനക്കുന്നു. മനുഷ്യച്ചങ്ങല തീർത്ത സമരക്കാർ. നേതൃത്വം നൽകി വരാപ്പുഴ, കോട്ടപ്പുറം രൂപതകൾ. ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 3 മരണം. അപകടം പോർബന്തറിലെ പരിശീലന പറക്കലിനിടെ സാങ്കേതിക തകരാർ കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോസ്റ്റ് ഗാർഡ് അന്വേഷണം തുടങ്ങി. സിഡ്നിയിലും തകർന്നടിഞ്ഞ ടീം ഇന്ത്യ. ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയ്ക്ക്. കിരീടം തിരികെ പിടിച്ചത് 10 വർഷത്തിന് ശേഷം. ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യത അവസാനിച്ചു. വാർത്തയിലേക്ക് വിശദമായി. സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകി ഹണി റോസ്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട 27 പേർക്കെതിരെയാണ് പരാതി. കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നേരത്തെ ഒരു പ്രമുഖ വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ നിയമസാധുതകൾ തേടി എന്നത് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? രേണുക, ഈ സൈബർ ആക്രമണത്തെ തുടർന്നാണ് ഹണി റോസ് കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അത് കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് ഇട്ട
27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു പ്രമുഖ വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി പരിഹസിക്കുന്ന പ്രമുഖന് മുന്നറിയിപ്പുമായിട്ട് നേരത്തെ ഹണി റോസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടു. പിന്നീട് അയാളുടെ ഒരു സ്ഥാപനത്തിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരതിലൂടെ വ്യക്തമാക്കുന്നുണ്ടായി. സാധാരണയായി ഇത്തരത്തിൽ മാനസിക വൈകല്യമുള്ളവരെ പുച്ഛത്തോടെ അവഗണിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് നേരത്തെ അറിയിച്ചത്. തുടർന്നാണ് ഈ കമന്റുകൾ, അശ്ലീല കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ വന്നതും അതിന് എതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹണി റോസ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നതും അതായത് ഫേസ്ബുക്കിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകൾ ഇട്ട ആളുകൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നതും. തുടർന്ന് നേരത്തെ തന്നെ ഈ ഇവരുടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പൊ 27 പേർക്കെതിരെ ഈ അശ്ലീല കമന്റിനെതിരെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് പോയി പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഹണി റോസ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ആജ്ഞ, ഇതിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ, തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഹണി റോസ്. ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രമുഖ വ്യക്തിക്കെതിരായ പോസ്റ്റിന് താഴെ വന്ന അശ്ലീല സ്ത്രീവിരുദ്ധമായ കമന്റുകൾ അത് ചൂണ്ടിക്കാണിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. 27 പേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാതിരുന്നത് അത്തരം പരാമർശങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് ചില അടുപ്പമുള്ളവർ ചോദിച്ചു. ഇതേ വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ താൻ പോയില്ല, പ്രതികാരം എന്നോണം താൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് പറയുകയും ചെയ്യുന്നു എന്നായിരുന്നു ആ പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആ പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ട സാഹചര്യത്തിലാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുകയാണ്. ആജ്ഞ, പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? രേണുക സൂചിപ്പിച്ചതുപോലെ 27 പേർക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി ലഭിച്ചിട്ടുണ്ട്. പരാതിയുമായി ബന്ധപ്പെട്ട് അതിലുള്ള അന്വേഷണം ഉടൻ തന്നെ തുടങ്ങുകയാണ്. അന്വേഷണം തുടങ്ങിയതായിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളോട് അത്തരത്തിലാണ് അത് സൈബർ സെല്ലിന് കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട അശ്ലീല കമന്റ് ഇട്ട ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഹണി റോസ് ഈ ഒരു വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ, നിയമപരമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അവരെ അല്പം മുമ്പ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പരാതിയിൽ ഉടനടി നടപടി കൈക്കൊള്ളാനുള്ള നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക, എന്തായാലും നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു നടി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ന് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിന് താഴെയും സൈബർ ആക്രമണവുമായി എത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ നടി പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് പോലീസ് അറിയിച്ചു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ഏറെ നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തി. നമ്പറിന്റെ ആദ്യ ഉടമയെ കാത്തിരുന്നത് ജയിലറയും കേസുകളുടെ പരമ്പരയും. കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ജിതിനാണ് ഒരാഴ്ച തെലങ്കാന ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജിതിന്റെ ഭാര്യയുടെ പേരിലും കേസെടുത്തു. ഇപ്പോൾ വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭീതിയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തികളായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി
8129869077 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത്. 2015 2019 ഉപേക്ഷിച്ച ഒരു നമ്പർ കാണിച്ചു. അതിനാ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐ ഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര് ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. BRMCN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമന് നഷ്ടമായത് 24,65,779 രൂപ. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604976724668 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ട്. അക്കൗണ്ടിനൊപ്പം ബാങ്കിൽ നൽകിയ മെയിൽ ID-യുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ജിതിന്റെ പഴയ നമ്പറായ 8129699077. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. ഈ നമ്പർ 17/7 വേറൊരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ സൈബർ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റിസൽദാബ് അബ്ദുൾ റസാഖും നീതുവുമാണ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സോദിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. അവരെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. തെലങ്കാനയിലെ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കോലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 35 കേസുകളാണ് ഉള്ളത്. ജിതിൻ കുറ്റം സമ്മതിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ അവകാശവാദം. എന്നാൽ ബാങ്ക് അക്കൗണ്ടോ ഫോൺ കോൾ വിശദാംശങ്ങളോ പോലീസ് പരിശോധിച്ചിട്ടില്ല. മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ ഉടമയിലേക്ക് അന്വേഷണം എത്താത്തതിലും ദുരൂഹതയുണ്ട്. മൊബൈൽ ഫോൺ നമ്പർ അടിക്കടി മാറ്റുകയും ഉപയോഗിച്ചിരുന്നവ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഫ്രീ സിം കിട്ടുമ്പോൾ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകണം ജിതിൻ എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെടുന്ന ജിതിനും കുടുംബത്തിനും നീതിയും ഉറപ്പാകണം. VV-അരുൺ, News 18, കൊല്ലം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ജിതിന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. തട്ടിക്കൊണ്ടുപോകലിന് സമാനമായാണ് ജിതിനെ തെലങ്കാന പോലീസ് കേരളത്തിൽ നിന്ന് കടത്തിയത്. അതിനു മുൻപ് 2 ദിവസം ആരെയും അറിയിക്കാതെ കൊല്ലത്ത് ഹോട്ടലിൽ ബന്ദിയാക്കി. നിയമസഹായം പോലും നിഷേധിച്ച് ജയിലിലടച്ചു. പോലീസ് ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് കുടുംബം. ഈ മാസം 14-നായിരുന്നു ജിതിനെ തേടി ഒരു സംഘം വീട്ടിലെത്തിയത്. തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തി. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ID കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷനാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ. വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ, ഇന്നണക്കൊരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജിതിന്റെ അമ്മ അലറിക്കരഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ആരെയും അറിയിക്കാതെ 2 ദിവസത്തോളം കൊല്ലത്ത് തുടർന്നു. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. ജിതിന്റെ ഭാര്യ സഹോദരൻ ദീപക് പിന്നാലെ തെലങ്കാനയിലെത്തി. അവിടെ നടന്ന സംഭവങ്ങൾ ദീപക് പറയും. നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ കണ്ട്. അപ്പോൾ വക്കീലിനെ കണ്ട വക്കീൽ പറഞ്ഞത് രാത്രി ജാമ്യം എടുക്കാൻ പറ്റിയ, പക്ഷേ അവർ ഡിലേ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തില്ല. വക്കീലിനെ മാക്സിമം താമസിപ്പിക്കാൻ നോക്കി. പിന്നെ പിറ്റേ ദിവസം വക്കീൽ അടുത്ത ജാമ്യം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെയും പോലീസുകാർ വീണ്ടും കേസ് ആ സർക്കിളിൽ തന്നെയുള്ള ഈ സെയിം അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് ഒത്തിരി. അതിൽ വീണ്ടും ഒരു കേസ് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് പിന്നെയും ബെയിൽ ഡിലേ ആക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ജിതിനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖകളും ഇപ്പോഴും തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്നലെ കൊച്ചിയിൽ നടന്നത് 4600 രൂപയുടെ പർച്ചേസ്. അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചതിനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചതിനും തെലങ്കാന പോലീസിനെതിരെ ജിതിന്റെ കുടുംബം നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട്
കേരള പോലീസിലും പരാതി നൽകി. വി അരുൺ, ന്യൂസ് 18, കൊല്ലം. നിലമ്പൂർ ഉൾക്കാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. വനം വകുപ്പ് അധികൃതർ എത്താൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. PV അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ DFO ഓഫീസിന്റെ പൂട്ട് തകർത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:45 കാട്ടിലൂടെ കോളനിയിലേക്ക് പോവുകയായിരുന്ന മണിയെയും സംഘത്തെയും കാട്ടാന ആക്രമിച്ചത്. മറ്റുള്ളവർ ചിതറിയോടി രക്ഷപ്പെട്ടപ്പോൾ മണി ആനയ്ക്ക് മുമ്പിൽ കുടുങ്ങി. മണിയുടെ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുകാരൻ മനു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ മണിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മണിയുടെ സഹോദരൻ അയ്യപ്പനാണ് കാട്ടിൽ നിന്നും മണിയെ തോളിൽ ചുമന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മണിയെ കാട്ടിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനായത്. ജീപ്പിൽ കരുളായി വരെയും അവിടെ നിന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം നടന്നത് അറിയാൻ വൈകിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. കാട്ടിനുള്ളിൽ മൊബൈൽ റേഞ്ച് ഇല്ലാത്തതും പ്രതിസന്ധിയായി. 6:30 നടന്നിട്ട് 8:10 വിവരം കിട്ടുന്നത്. പിന്നെ ഇത് ആരാ ഫോറസ്റ്റിന്റെ ജീപ്പിനാണ് ഇങ്ങോട്ട് കൊണ്ടത്? അല്ല, ടാക്സിനാണ്. ആ ടാക്സിന്റെ അവർ തന്നെ എൻ്റെ അടുത്ത് വിവരം പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് വിവരം പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോട്ടിലേക്ക് എത്തില്ല, പോയി. സംഭവത്തിൽ നിലമ്പൂർ MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചു. DFO ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് ഉള്ളിൽ കയറിയിരുന്നായിരുന്നു പ്രതിഷേധം. മനുഷ്യന് സംരക്ഷണമില്ലാത്ത അവസ്ഥയാണെന്നും സർക്കാർ ഇടപെടുന്നില്ലെന്നും MLA. ഇതിനെ ഉൾക്കാടിനെ എങ്ങനെ വിളിക്കുക? ജനവാസ മേഖലയെ എങ്ങനെ നമ്മൾ ഉൾക്കാടും? കാടിന്റെ അകത്ത് വനം എന്ന് പറയാ ജനവാസ മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ റോഡിന് ഇരു കരകളിലുമുള്ള കാടുകൾ, അടിക്കാടുകൾ കാലാകാലം വെട്ടിക്കൊടുക്കുന്നതാണ്. പല ഘട്ടത്തിലും ഈ ആദിവാസികൾ വന്ന് പറഞ്ഞിട്ടുള്ള പരാതി അതാണ്. ഉൾക്കാട്ടിലായതുകൊണ്ട് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഏറെ സമയമെടുത്തെന്ന് നിലമ്പൂർ DFO പറഞ്ഞു. കുടുംബത്തിന് സഹായം നൽകും. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കുടുംബത്തെ ഏറ്റെടുക്കുവാൻ വനംവകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താൽക്കാലിക ജോലി വനംവകുപ്പിലേക്ക് കൊണ്ടുവരുന്നു. വളരെ വിദൂരതയിൽ താമസിക്കുന്ന അവരെ താഴത്തേക്ക് കൊണ്ടുവന്ന് അവരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുവാനും വനംവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മണിയുടെ പോസ്റ്റ്മോർട്ടം. ന്യൂസ് 18, മലപ്പുറം. നിലമ്പൂർ DFO ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറിയ സംഭവത്തിൽ PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു. 1-ാം പ്രതിയാക്കി നിലമ്പൂർ പോലീസാണ് കേസെടുത്തത്. അൻവറിന് പുറമെ 11ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഇന്ന് നടന്ന സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്? വിവരങ്ങൾ എന്താണ്? രേണുക, നിലമ്പൂർ DFO ഓഫീസിലേക്ക് DMK പ്രവർത്തകർക്കൊപ്പമായിരുന്നു അൻവർ പ്രകടനമായിട്ട് എത്തിയത്. തുടർന്ന് പൂട്ട് പൊളിച്ച് ഉള്ളിൽ കയറി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അൻവറിനെതിരെ ഇപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അൻവറിന് പുറമെ കണ്ടാലറിയുന്ന 11 പേർ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നിലമ്പൂർ DYSP അടക്കമുള്ള പോലീസിന്റെ സംഘം അൻവറിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അൻവറിന്റെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായേക്കും എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് ഒരുപക്ഷെ സാഹചര്യങ്ങൾ മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നേരത്തെ തന്നെ പോലീസുമായിട്ട് നിരവധി തവണ അൻവർ വീട്ടിലുണ്ടോ, പ്രവർത്തകരുണ്ടോ, ഈ സാഹചര്യം അറിഞ്ഞ് അവിടേക്ക് ആളുകൾ എത്തുന്ന അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? അൻവർ ഇപ്പോൾ വീട്ടിലുണ്ട്. അൻവറിന്റെ പ്രവർത്തകരും ആ മേഖലയിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കുവാൻ കഴിയുകയില്ല. നമുക്കറിയാം അൻവറിന്റെ ജനസ്വീകാര്യത ആ ഒരു മേഖലയിൽ ഉള്ളതാണ്. അൻവർ ഉന്നയിച്ച പല ആശയങ്ങളും പല പ്രശ്നങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവർ നടത്തിയ ഈ പ്രതിഷേധം അത് ഒരുപക്ഷെ ഇതുവരെ അദ്ദേഹം വാക്കുകൊണ്ടുള്ള പ്രവൃത്തിയായിരുന്നുവെങ്കിൽ ഇത്തവണ നേരിട്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ നേരിട്ട് കേസെടുക്കുകയും പ്രതിയാക്കുകയും ചെയ്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്നാണെങ്കിലും പോലീസ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും ഈ ആദിവാസി യുവാവിന്റെ മരണം
അത് അൻവർ വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ ഇന്ന് ഉന്നയിച്ചതാണ്. അതിന്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അൻവർ ഉന്നയിക്കുന്ന ആ നിലപാടുകൾക്ക് പിന്നാലെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ നടപടികളുടെ ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ ശക്തമായ ഭാഷയിൽ, നിശ്ചിതമായ ഭാഷയിൽ വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ ഒരു പടി കൂടി കടന്ന് വനംവകുപ്പിന്റെ ഓഫീസ്, ഡിഎഫ്ഒയുടെ ഓഫീസ് ചില്ലുകൾ തറക്കുകയും പൂട്ട് പൊളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ എത്തിയത്. എന്നാണെങ്കിലും ഇതിപ്പോൾ ഒരു ക്രമസമാധാന വിഷയത്തിലേക്ക് കൂടി കടക്കുന്ന സാഹചര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. രേണുക, ശരി, എന്തായാലും അറസ്റ്റ് ഉണ്ടാകാനുള്ളൊരു സാഹചര്യവും സാധ്യതയുമാണ് CV അനുമോദ് ചൂണ്ടിക്കാട്ടിയത്. PV അൻവറിന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം നീങ്ങിയിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ് അനുമോദ് നൽകുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. എന്തായാലും നിലമ്പൂർ DFO ഓഫീസിന്റെ പൂട്ട് പൊളിച്ചുള്ളിൽ കയറിയ സംഭവത്തിലാണ് പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അൻവറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത്. വനനിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധന നടത്തും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ എന്നും മന്ത്രി പറഞ്ഞു. ഈ മലപ്പുറം ജില്ലയിലെ നെടുങ്കയം മേഖലയിൽ ഒരു ആദിവാസി യുവാവാണ് കാട്ടാനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടത്. അത് ഉൾവനത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വനത്തിനകത്തെ ആക്രമണവും വനത്തിന് പുറത്തുള്ള ആക്രമണവും രണ്ടു തരത്തിലാണ്. എന്നിരുന്നാലും ഈ കൊല്ലപ്പെട്ടത് ഒരു ആദിവാസി യുവാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആദിവാസി യുവാവിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വന്യജീവി ആക്രമണം മൂലമുള്ള കൊലപാതകങ്ങൾ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക് വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നതല്ല. 2021-22 114 മരണമാണുണ്ടായത്. അതിപ്പോൾ വന്ന് 55-56 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നില്ല. അതിൽ തന്നെ നേർപകുതിയും പാമ്പ് കടിയേറ്റതാണ് എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം തൃപ്തികരമല്ല. ഗവൺമെൻറ് ഇത് ലഘൂകരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് നടത്തുന്നത്. വനംവകുപ്പിലെ സേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയ വയോധികന് പരിക്ക്. തമിഴ്നാട് സ്വദേശി അന്തോണിക്കാണ് വീണ് പരിക്കേറ്റത്. അന്തോണിക്കൊപ്പം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഇവരും ഓടി രക്ഷപ്പെട്ടു. ഓടുന്നതിനിടയിൽ വീണ അന്തോണിക്ക് പരിക്കേൽക്കുകയായിരുന്നു. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാവണം എന്നതിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ മുസ്ലിം ലീഗുമായി ബന്ധം ദൃഢമാക്കി രമേശ് ചെന്നിത്തല. ലീഗ് നിയന്ത്രിത സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ പാണക്കാട് സാദിഖലി തങ്ങൾ ചെന്നിത്തലയെ പുകഴ്ത്തി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. NSSന് പിന്നാലെ മുസ്ലിം ലീഗുമായും ബന്ധം ദൃഢമാക്കുകയാണ് രമേശ് ചെന്നിത്തല. NSSനെ പോലെയല്ല, അത് വെളിപ്പെടുത്താൻ ലീഗ് തയ്യാറാവുന്നു എന്നത് പ്രധാനമാണ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിനു പിന്നാലെയാണ് രമേശിന്റെ പ്രസംഗത്തെ പുകഴ്ത്തിയുള്ള സമൂഹമാധ്യമക്കുറിപ്പ്. അതും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളുടേത്. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ലെന്നും അതിന് കോൺഗ്രസിൽ ചില ചിട്ടവട്ടങ്ങളുണ്ടെന്നുമായിരുന്നു K മുരളീധരന്റെ മുനവച്ച വാക്കുകൾ. എല്ലാവരും പുകഴ്ത്താറൊക്കെയുണ്ട്, ആരും എഴുത്താറൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. അതിന് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം, ഡൽഹിയുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ചർച്ച വരുന്നത് അസ്വാഭാവികമെന്ന് UDF കൺവീനർ MM ഹസൻ. മുന്നണിയെ നയിക്കുന്ന പാർട്ടി, മുന്നണിയുടെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജനം സമ്മതനായ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് ഹൈക്കമാൻഡ് ഞങ്ങൾക്ക് തരും. എന്നാൽ ഈ യോഗ്യത തനിക്കാണെന്ന് തെളിയിക്കാനുള്ള നീക്കങ്ങളാണോ VD സതീശനും രമേശ് ചെന്നിത്തലയും നടത്തുന്നതെന്ന സംശയമാണ് സമകാലിക സംഭവങ്ങൾ ഉയർത്തുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അതേസമയം മുഖ്യമന്ത്രി ആരാകണമെന്ന് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്ന് ലീഗ് നേതാവ് MK മുനീർ പറഞ്ഞു. ആരെങ്കിലും പുകഴ്ത്തി എന്നതുകൊണ്ട് തീരുമാനത്തിലെത്തിയെന്ന് അർത്ഥമില്ല. മുഖ്യമന്ത്രിയെ ലീഗ് നിശ്ചയിച്ചു കൊടുക്കുന്ന പാരമ്പര്യം ലീഗിനില്ല എന്നും MK മുനീർ പറഞ്ഞു.
അല്ല, പുകഴ്ത്തിയാൽ പിന്നെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് നമ്മൾ ഒരു നിഗമനത്തിൽ വരാൻ പാടില്ലല്ലോ. രമേശ് ചെന്നിത്തലയെ നമ്മൾ പിന്നെ ജാമിയ നൂരിയയുടെ പരിപാടിയിലേക്ക് അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചതാണ്. ഓരോ പ്രാവശ്യം ഒരാളെ ആണ് ക്ഷണിക്കാറുള്ളത്. കഴിഞ്ഞ തവണ VD സതീശൻ വന്നിരുന്നു. അങ്ങനെ പല പല നേതാക്കളെ, ഒരിക്കലും എനിക്ക് തോന്നുന്നു ശശി തരൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വിളിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അത് ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പം അങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ പിന്നെ പുകഴ്ത്തുക എന്ന് പറയുന്നത് നമ്മൾ ആ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരാളെയും നമ്മൾ ബഹുമാനപൂർവ്വം കാണുകയും അവരെക്കുറിച്ച് ബഹുമാനത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യും. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യമാണ്. അർഹിച്ചതെല്ലാം കിട്ടിയാണ് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും കോൺഗ്രസ് വിട്ടതെന്ന് ചാണ്ടിയുമ്മൻ. അവർക്കൊന്നും അർഹിക്കുന്നത് ഒരിക്കലും കിട്ടാതിരുന്നില്ല. താൻ രാഹുൽ ഗാന്ധിക്കൊപ്പം കിലോമീറ്ററുകളോളം പദയാത്ര നടത്തിയത് ഒരു പദവി പോലും ചോദിക്കാതെയാണെന്നും ചാണ്ടിയുമ്മൻ ന്യൂസ് 18 Q18 പറഞ്ഞു. കെ കരുണാകരന്റെ മകൾ BJP-യിലേക്ക് എത്തുക, AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് എത്തുക, അങ്ങനെ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനും ഈ വഴിയാണോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തി. എനിക്കുള്ള ഏറ്റവും വലിയ അകാര്യം എൻ്റെ പാർട്ടി തന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കാൻ അവസരം തന്നിട്ടുണ്ട്. എനിക്കൊരു പോസ്റ്റില്ല. ഞാൻ 4000 കിലോമീറ്റർ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നു. അതിനുശേഷം ഞാൻ പോസ്റ്റ് ആവശ്യപ്പെട്ടു. അപ്പോഴും ആവശ്യപ്പെട്ടില്ല. പാർട്ടി എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. 25 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുക. ഈ പോയവരൊന്നും പാർട്ടിയെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്, കേന്ദ്ര നേതൃത്വത്തെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്. ഇവർക്കെല്ലാം പരാതി ഉണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇവിടെ അർഹതയ്ക്ക് ഉള്ളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ് പരമശേഷി അടക്കമുള്ളവർ പോയത്. എനിക്ക് വലിയ അവർക്ക് അർഹത കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അർഹത അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. KTDCയിലെ ചെയർപേഴ്സൺ ആയിട്ടില്ലേ, പ്രത്യേകിച്ച് ഇലക്ഷന് മത്സരിച്ചിട്ടില്ലേ, തൃശ്ശൂരിൽ മത്സരിച്ചിട്ടില്ലേ. ചാണ്ടിയുമ്മന് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ? എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. അറിയിക്കുന്നതിലേറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിതത്തിൽ ഒരിക്കലേ വേദനിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയ രംഗമാണോ പ്രതിയോഗികളോ ആണോ OCയെ വേദനിപ്പിച്ചത്? അപ്പോൾ വേദനിച്ചത് ആ ഒറ്റ സംഭവത്തിലാണെന്ന് ചാണ്ടിയുമ്മൻ പറയുമ്പോൾ ആരാകും അതിന് കാരണം? ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് മുൻപ് അല്ലെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് ശരിക്കും സത്യം എന്തായിരുന്നു? എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചികിത്സ നിഷേധിക്കപ്പെട്ടിരുന്നു? നിങ്ങൾക്കറിയാം, ഒരു ചാനല് വളരെ മോശമായ രീതിയിൽ വാർത്ത കൊണ്ടുവന്ന് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കി പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 3 പ്രാവശ്യം അത് ചോദിച്ചു. അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. ചാണ്ടിയുമ്മൻ പറയുന്നു. കാണുക പൂർണ്ണമായ അഭിമുഖം Q18 രാത്രി 9. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് NCP പിന്നോട്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നാണ് NCPയുടെ നിലപാട്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രിയും CPM-ഉം കടുത്ത നിലപാടെടുത്തതോടെയാണ് NCP പിന്നോട്ടു പോകുന്നത്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കാത്തിരിക്കുകയായിരുന്നു NCP നേതൃത്വം. പക്ഷേ മുഖ്യമന്ത്രിയോ CPM നേതൃത്വമോ പച്ചക്കൊടി കാട്ടിയില്ല. തർക്കം പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലെത്തിക്കുകയും ചെയ്തു. ഇതോടെ മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്നും NCP പിന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ വെച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം അവസാനത്തെ തീരുമാനമായിരിക്കും. അത് NCPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. മന്ത്രിമാറ്റ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ NCP LDF ഇടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് PC ചാക്കോയുടെ പ്രഖ്യാപനം. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയായി പ്രവർത്തിച്ച് ശക്തിപ്പെടുക, സ്വയം ശക്തിപ്പെടുക, ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ ഐക്യകണ്ഠേന എടുത്തത്. ഇത് ഞങ്ങളുടെ കോമൺ ഡിസിഷൻ. അതിൻ്റെ എല്ലാ സ്പിരിറ്റിലും ഞങ്ങൾ യോജിച്ചെടുത്തൊരു തീരുമാനമാണ്. മന്ത്രിമാറ്റത്തിനായി PC ചാക്കോയും തോമസ് കെ തോമസും ഒരു വിഭാഗത്തും AK ശശീന്ദ്രനും കൂട്ടരും മറുഭാഗത്തുമെന്നതുമായിരുന്നു NCPയിലെ പ്രതിസന്ധി.
പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തിയപ്പോഴാണ് കൊച്ചിയിൽ നേതൃയോഗം ചേർന്നത്. തോമസ് കെ തോമസ് കടുത്ത നീക്കം നടത്തിയാൽ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് NCP നിലപാട് മയപ്പെടുത്താൻ നിർബന്ധിതമായത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സര രംഗത്തേക്കിറങ്ങാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. ഈ പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേക്കും നിയോഗിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമം വഴി നിയമസഭയിലേക്കും തൃശൂരിലൂടെ ലോക്സഭയിലേക്കും എത്തിയ BJPയുടെ അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരഭരണമാണ്. നഗരം പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നിലേറെ സീറ്റുകൾ ഉറപ്പെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള നീക്കം. ഭരണമുറപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തലസ്ഥാനത്തിറങ്ങിയത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും CPMനെ മറികടക്കാനായില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് NDAയുടെ നീക്കം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. മുരളി മേയർ സ്ഥാനാർത്ഥിയായാൽ കഴക്കൂട്ടം മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിലെ നഗരസഭാ വാർഡുകളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. കഴക്കൂട്ടത്തും പ്രകടനം മെച്ചപ്പെടുത്താനായാൽ ഭരണം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ BJPക്കും യോജിപ്പാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഏജൻസിയാണ് തലസ്ഥാനത്തും BJPക്ക് വേണ്ടി സർവേ തുടങ്ങിയത്. വി മുരളീധരന്റെ സാന്നിധ്യം എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവർ മെനയും. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വാർഡുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക പദ്ധതിയും BJP ആരംഭിച്ചിട്ടുണ്ട്. മുരളീധരന് പുറമെ മറ്റു ചില സസ്പെൻസ് സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനും ശ്രമം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പെരിയ കേസ് പ്രതികളെ ജയിലിലേക്ക് യാത്രയയക്കാൻ CPM നേതാക്കളെത്തി. P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ജയിലിലെത്തി പ്രതികളെ സന്ദർശിച്ചു. മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് പ്രവർത്തകർ പ്രതികളെ ജയിലിലേക്ക് അണയിച്ചത്. ജയിലിലെത്തിയത് തന്റെ പുസ്തകം പ്രതികൾക്ക് നൽകാനാണെന്ന് P. ജയരാജൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കണം, അക്രമം അവസാനിപ്പിക്കണം, സമൂഹത്തിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്ത് പൊതുവിൽ വർഗീയ സംഘർഷങ്ങളൊക്കെ ഇല്ലാത്ത സാമൂഹ്യമായ സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം സംരക്ഷിക്കണം. എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവരിപ്പോൾ ജയിലിലാണുള്ളത്. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴി അവർക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല വിധികളും പിന്നീട് ഉപരികോടതികളെ സമീപിച്ചുകൊണ്ട് ആ വിധിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്നാണ് പ്രതികളായിട്ടുള്ള സഖാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകും. അല്ല, അതായത് കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം നിവാസികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. വൈപ്പിൻ മുതൽ മുനമ്പം സമരപ്പന്തൽ വരെയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. കോട്ടപ്പുറം, വരാപ്പുഴ രൂപതകളുടെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യച്ചങ്ങല. വൈപ്പിനിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുനമ്പം കമ്മീഷന്റെ പ്രതികരണം ആശാവഹമാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പുറം രൂപതയിലെ 5 ഫൊറോനകളിലെ എല്ലാ ഇടവകകളും ചങ്ങലയിൽ പങ്കെടുത്തു. സഭാ തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് പറയാൻ ആർജവം കാട്ടണമെന്ന് ഓർത്തഡോക്സ് സഭാ ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർ ദിദിയോസ് കോറസ്. സഭാ തർക്കത്തിൽ പലരും കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിലപാടെടുക്കുമെന്ന് മാർ ദിദിയോസ് കോറസ് പറഞ്ഞു. അദ്ദേഹം തിരക്കിനിടയിൽ ഇവിടേക്ക് വന്ന് നമ്മളെ കാണാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നതിൽ മലങ്കര സഭയുടെ പ്രത്യേകിച്ച് കോട്ടയം മെത്രാസനത്തിൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇച്ചിരി പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ യുവജന പ്രസ്ഥാനക്കാരൊരു മീറ്റിങ്ങിന് വിളിച്ചിട്ട് അവിടെ ചെന്നില്ല എന്ന് അവരെന്നോട് പരാതി പറഞ്ഞു. അതുപോലെ
മലങ്കര സഭ എന്ന് പറയുന്ന നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ അത് വ്യക്തമായി പഠിച്ച് പറയേണ്ട ഇടങ്ങളിൽ പറയാനായിട്ടുള്ള ആർജവത്വം അങ്ങേ പോലെയുള്ള ആളുകൾ കാണിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. പഠനം നടത്തി കൃത്യമായി ആരെങ്കിലും അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബലഹീനായ എൻ്റെ പക്ഷം. അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തി കൃത്യമായി നിയമാനുസൃതവും നീതിപൂർവവും പ്രതികരിക്കുവാനായിട്ട് നമുക്കിടയാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അങ്ങൊരു വലിയ മനുഷ്യനായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന വേദി ഇതായതുകൊണ്ടും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സ്നേഹപൂർവ്വം തികഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സിൽ ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. അതിനിടെ ഓർത്തഡോക്സ് സഭ ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർ ദിദിയോസ് കോറസിന് മറുപടിയുമായി വി.ഡി. സതീശൻ രംഗത്തെത്തി. മലങ്കര സഭാ തർക്കത്തിൽ നീതിക്കൊപ്പം നിൽക്കുമെന്ന് ഓർത്തഡോക്സ് സഭാ വേദിയിൽ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു. താൽക്കാലിക ലാഭത്തിനും സ്ഥാനമാനങ്ങൾക്കുമായി നീതിയുടെ വഴി ഉപേക്ഷിക്കില്ല. ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസന ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വാക്ക് എന്നോട് ചോദിച്ചു, നീതിയുടെ കൂടെ നിൽക്കുമോ? ഞാൻ ഇത്രയും പറഞ്ഞതിൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും? താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ഷേത്രാചാരങ്ങൾ സംബന്ധിച്ച വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി ബോധപൂർവം കുഴിച്ച കുഴിയിൽ എല്ലാവരും വീണു. രാഷ്ട്രീയ തീരുമാനങ്ങളല്ല ഇക്കാര്യത്തിൽ വേണ്ടത്. സനാതനധർമ്മത്തിനെതിരായ പരാമർശം പൈതൃകത്തെ അപമാനിക്കലാണെന്നും മുരളീധരൻ പറഞ്ഞു. സനാതനധർമ്മം അശ്ലീലാണെന്ന് വരെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അതൊക്കെ ഇന്ത്യന്റെ പൈതൃകത്തിനെ അവമാനിക്കലാണ്. ഇതിനൊന്നും ആരും കൂട്ടുനിൽക്കരുത്. രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഞങ്ങൾ അതാ പറഞ്ഞത്, രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് ഇതുപോലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വയനാട്ടിലെ DCC ട്രഷററുടെയും മകന്റെയും മരണം ഇരട്ടക്കൊലപാതകമെന്ന് ഇ.പി. ജയരാജൻ. വെട്ട് നോക്കി നടക്കുന്നവർ ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ? വെട്ടിന്റെ കണക്ക് നോക്കി സിദ്ധാന്തം എഴുതാനാണ് പലർക്കും താൽപര്യമെന്നും ജയരാജൻ പറഞ്ഞു. ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 3 മരണം. പോർബന്തറിൽ പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ALH ധ്രുവ് എന്ന ഹെലികോപ്റ്ററാണ് തകർന്നത്. 2 പൈലറ്റുമാർ ഉൾപ്പെടെ കോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരെയാണ് മരിച്ചത്. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് നിഗമനം. കോസ്റ്റ് ഗാർഡ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. എറണാകുളം ചാലക്കലിൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ 2ാം വർഷ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ഷഹീനയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. 7ാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നുവെന്നും കാൽ തെറ്റി വീണ് മരണം സംഭവിച്ചുവെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിശദീകരണവുമായി കോളേജ് രംഗത്ത് വന്നു. വിദ്യാർത്ഥിനി കൈവരിക്ക് മുകളിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നുവെന്ന് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എറണാകുളം മുളന്തുരുത്തിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശി ഹനീഫയാണ് മരിച്ചത്. ഹനീഫയെ മർദ്ദിച്ച ഷിബു ഒളിവിലാണ്. പുതുവർഷ രാവിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ക്ലാസ്സിൽ ഇരിപ്പിടം മാറിയിരുന്നതിന് 9ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കൊല്ലം പുത്തൂർ പവിത്രേശ്വരം സ്കൂളിലെ അധ്യാപകനായ പ്രമോദ് G. കൃഷ്ണനെതിരെയാണ് രക്ഷിതാവ് പരാതി നൽകിയത്. ചൈൽഡ് ലൈന്റെ നിർദ്ദേശപ്രകാരം പുത്തൂർ പോലീസ് കേസെടുത്തു. പുത്തൂർ പവിത്രേശ്വരം സ്കൂളിലെ അധ്യാപകൻ പ്രമോദ് G. കൃഷ്ണനെതിരെയാണ് പരാതി. അധ്യാപകൻ ക്ലാസ് മുറിയിലിരുന്ന് പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയത്ത് ഇരിപ്പിടം മാറിയിരുന്ന വിദ്യാർത്ഥിയെ ആദ്യം ഡസ്റ്റർ കൊണ്ടെറിയുകയും മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പിന്നീട് ഭിത്തിയിൽ ചാരി നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചതായി കുട്ടി പറയുന്നു. സാറ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് സാർ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ബാക്ക് ബെഞ്ചിലാണ്, നീളമുണ്ടാണ് ഞാൻ ബാക്ക് ബെഞ്ചിലായിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ പോയിരുന്നപ്പം സാറ് ഈ ഡസ്റ്റർ എടുത്തെറിഞ്ഞു. സാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് സാറിന് അടുത്ത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ സാർ ഉറപ്പായിട്ട് എന്നെ തൊഴിയും, അല്ലെ അടിയും.
അപ്പം ഞാൻ ഇതെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ സാറിനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ഇടി എന്നെ ഇടത്തെ കൈ വെച്ച് എൻ്റെ കവിളിൽ, ഈ ഒരു ഇടത്തെ കവിളിൽ വലത്തെ കൈ വെച്ച് ഇടത്തെ കവിളിൽ ഫസ്റ്റ് ഇടി ഇടിച്ചു. പിന്നെ എന്നെ പിടിച്ച് എണ്ണീറ്റിട്ട് പിന്നെ എന്നെ പിടിച്ച് ഇങ്ങനെ തള്ളിയപ്പം ഭയങ്കര ഫോഴ്സിൽ തള്ളി. ഞാനങ്ങനെ ബാക്കിലുള്ള ഭിത്തി പോയി ഇടിച്ച്. വീട്ടിലെത്തിയ വിദ്യാർത്ഥിയുടെ കവിൾ വീങ്ങിയിരിക്കുന്നത് കണ്ട രക്ഷിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. തുടർന്ന് രക്ഷിതാവ് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അധ്യാപകനെതിരെ കേസെടുത്തു. സംഭവശേഷം വൈകിട്ട് വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ അധ്യാപകൻ തനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നപ്പോൾ ചെയ്തു പോയതാണെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞതായി രക്ഷിതാക്കൾ പറയുന്നു. കേസെടുത്തതോടെ ഒളിവിൽ പോയ അധ്യാപകനായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന് നേരെ ആൾക്കൂട്ടാക്രമണം. മർദ്ദിച്ചവർ പണം ആവശ്യപ്പെട്ടെന്ന് യുവാവ് പരാതിപ്പെടുന്നു. മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും സംഘം പകർത്തി. 4 ദിവസം മുമ്പാണ് സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെയാണ് ഒരു കൂട്ടം ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമികളിൽ ഒരാളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദിക്കുന്ന ദൃശ്യം അക്രമികൾ തന്നെ പകർത്തി. വീഡിയോ പുറത്തുവിടാതിരിക്കാൻ പണം ആവശ്യപ്പെട്ടതായും മർദ്ദനമേറ്റ യുവാവ് ഓലെന്നെ റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് 18 റുപ്യ വേണമെന്നാ പറഞ്ഞത്. 18,000 റുപ്യ വേണം, ഇന്ന് തന്നില്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞ് തരണം എന്ന് എന്നോട് പറഞ്ഞേന്. ഇന്നെ നാറ്റിക്കുന്ന് പറഞ്ഞേന്. ഈ വീഡിയോ ഞാൻ പുറത്തേക്ക് വിടും അങ്ങനെയൊക്കെ പറഞ്ഞു. ആശുപത്രിക്ക് അടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലെത്തിച്ചായിരുന്നു മർദ്ദനം. കൂലിപ്പണിക്കാരനാണ് മർദ്ദനമേറ്റ യുവാവ്. സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മുക്കം. ഒറ്റപ്പാലം ലക്കിടിയിൽ പ്ലൈവുഡ് സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. 15 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ കത്തിനശിച്ചു. ലക്കിടി ലാഡർ തിയേറ്ററിന് സമീപത്തെ എവർഗ്രീൻ പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിലാണ് തീ പടർന്നത്. 5 ലക്ഷം രൂപയോളം വില വരുന്ന സ്റ്റോക്ക് കടയിലുണ്ടായിരുന്നു. ഇതിൽ പകുതിയോളം കത്തിനശിച്ചു. ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. കാക്കനാട് ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം. ആളപായമില്ല. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും 20ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ജനവാസ മേഖലയിലുണ്ടായ തീപിടുത്തം സമീപത്ത് താമസിക്കുന്നവരെ പരിഭ്രാന്തിയിലാഴ്ത്തി. രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. തീ പടർന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുന്നത്. തൃക്കാക്കരയിൽ നിന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാനായില്ല. തുടർന്ന് സമീപ മേഖലകളിൽ നിന്നായി 15ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഇവിടേക്കെത്തി. വലിയ സംഭരണശാലയായിട്ടാണ് ഏരിയ നോക്കിയിട്ട് കാണുന്നത്. ഏതായാലും പുറത്തേക്ക് തീ വ്യാപിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ചുറ്റും ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. മറ്റ് ദുരന്ത സാധ്യത ഒന്നുമില്ല. തീ പൂർണ്ണമായിട്ടും അടക്കുന്നതിന് വേണ്ടി JCB വന്ന് ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. കുറേശ്ശെ ഭാഗങ്ങൾ മാറ്റി പൂർണ്ണമായിട്ടും തീ അണയ്ക്കും. കഴിഞ്ഞ കുറെ നാളുകളായി കാക്കനാട് കെന്നഡിമുക്കിൽ പ്രവർത്തിച്ചിരുന്ന ആക്രി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ജനവാസ മേഖലയിലായതിനാൽ തീ കണ്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി. ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് തീ കണ്ട് പരിഭ്രാന്തി ആയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഇതറിയില്ല, ദൈവത്തിനറിയാം. ബാക്കി നമുക്കൊന്നും അറിയാൻ പറ്റൂല. വരുംവരായികൾ നമുക്കറിയില്ല, കണ്ടറിയണം. സ്ഥാപനത്തിന് പ്രവർത്തന ലൈസൻസ് ഉണ്ടെന്നാണ് ഉടമ പറയുന്നത്. അതേസമയം സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന ആക്രി ഗോഡൌണിൽ സുരക്ഷാ പരിശോധന നടത്തുമെന്നും തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ കെ രാധാമണിപിള്ള പറഞ്ഞു. ഇപ്പോൾ ലൈസൻസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനവാസ കേന്ദ്രമാണ്. ഇങ്ങനൊരു കേന്ദ്രത്തിൽ പൊല്യൂഷന്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ പേപ്പറില്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ അത് നിയമപരമായും തെറ്റാണ്. നമുക്ക് പിന്നെ ഇതിനെപ്പറ്റിയൊന്നും പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി നാളെ മുതൽ ബാക്കി എവിടെയൊക്കെ ഗോഡൌൺ ഉണ്ട് അത് അന്വേഷിച്ച് ലൈസൻസ് എടുപ്പിക്കുകയോ വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്യും. നമ്മൾ ഇതിനുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കാര്യം ഉണ്ടെന്നിപ്പോൾ അവർ പറയണം, പക്ഷേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സമീപത്തെ മതിലുകൾ പൊളിച്ച് JCB അകത്ത് കയറ്റി മാലിന്യങ്ങൾ ഉഴുതുമറിച്ച് വെള്ളമൊഴിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കൊച്ചിയിൽ 1 മാസത്തിനിടെ ആക്രി ഗോഡൌണുകളിൽ മാത്രമായി ഉണ്ടാകുന്ന 2ാമത്തെ വലിയ തീപിടുത്തമാണിത്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നതും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ടതുമെല്ലാം അതാത് തദ്ദേശ വകുപ്പുകളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയെങ്കിലും അവരതിന് തയ്യാറായില്ലെങ്കിൽ ഇത്തരം തീപിടുത്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാക്കനാട് നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കലോത്സവം 2ാം ദിനം.
അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. രാജ്യത്തിന്റെ അഭിമാന താരം വിനേഷ് ഫോഗട്ടിന്റെ പോരാട്ട വീര്യം അരങ്ങിലെത്തിച്ച പെൺകൂട്ടം. കോഴിക്കോട് BHSM സ്കൂളിന്റെ ഫൈറ്റർ എന്ന നാടകമാണ് പ്രമേയത്തിന്റെയും പ്രകടനത്തിന്റെയും കരുത്തുകൊണ്ട് കാണികളെ ത്രസിപ്പിച്ചത്. വിനേഷ് ഫോഗട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സങ്കടകരമായിട്ടുള്ള നമുക്ക് പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ഫേസ്ബുക്കിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ മാത്രമാണ്. അതല്ല, ഒരു കലാകാരന് സോഷ്യൽ മീഡിയൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളായിട്ടാണ് ഞാൻ നാടകത്തെ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായി നാടകം കളിക്കുന്ന ഒരു സംഘം സബ് ജില്ലയിൽ നിന്ന് തുടങ്ങി സംസ്ഥാന തലത്തിൽ ടാഗോറിലെ വേദിയിലെത്തിയപ്പോൾ രാഗിമിനുക്കിയ ആ നാടകത്തിന് വല്ലാത്ത തിളക്കവും കരുത്തും. പറയാനും പ്രതിഷേധിക്കാനുമുള്ള ഇടങ്ങൾ ചുരുങ്ങുന്ന ഈ കാലത്ത് അവർ ഉറക്കെ പറഞ്ഞു വച്ചത് പ്രതിരോധത്തിൻ്റെ കഥയാണ്. ബാല്യം മുതൽ നേരിടുന്ന അവഗണനകളെയൊക്കെ അതിജീവിച്ച് ലോക പോരാട്ടവേദിയുടെ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ 100 ഗ്രാമിന് മുന്നിൽ വീണുടയുന്ന സ്വപ്നങ്ങളുടെ കഥ. നിറഞ്ഞ കയ്യടിയോടെയാണ് ടാഗോർ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ കാണികൾ ഫൈറ്റർ എന്ന നാടകത്തെ വരവേറ്റത്. ഫലം അനുസരിച്ച് നിശ്ചയിച്ച തൂക്കത്തിലും 100 ഗ്രാം കൂടുതൽ ഉള്ളതിനാൽ ചിന്നയെ മത്സരത്തിൽ നിന്നും അയോഗ്യയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയതിനാൽ ഇപ്പോൾ കഴിഞ്ഞ 50 കിലോഗ്രാം മത്സരം റദ്ദു ചെയ്തിരിക്കുന്നു. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച +1കാരി അശ്വത് കൃഷ്ണയ്ക്ക് നാടകം കഴിഞ്ഞപ്പോൾ ഒരു പോരാട്ടം കഴിഞ്ഞ ക്ഷീണമുണ്ട്. പ്രാക്ടീസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഫിസിക്കലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ BP ഒക്കെ കുറഞ്ഞ് ഫുള്ളും സീനായിരുന്നു. എന്നാലും സാറിന് വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടും ഞാൻ BP ഒന്നും നോക്കിയില്ല, പവറായി. ഹൃദയങ്ങൾ കീഴടക്കിയാണ് കോഴിക്കോട് നിന്നുള്ള ഈ പെൺപട തലസ്ഥാനം വിടുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം S. ലല്ലു, ന്യൂസ് 18. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ പോയിന്റ് നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം രണ്ടാം ദിനവും കാണാം. 414 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. 413 പോയിന്റുമായി തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. കലോത്സവ വേദിയിൽ ഡ്രോൺ പറത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. ജഡ്ജസിന്റെ തലയ്ക്ക് മുകളിലൂടെ ഡ്രോൺ പറത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇടപെടൽ. ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് നിർദ്ദേശം നൽകി. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ജഗദീഷ് ശ്രീകുമാറിന്റെ ഞെട്ടിക്കുന്ന മേക്ക് ഓവറിൽ പുതിയ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലാണ് ജഗദീഷ് ശ്രീകുമാർ പുതിയ ലുക്കിലെത്തുന്നത്. പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര്. ഈ ക്യാരക്ടർ പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത്. 2022 CBI ഫൈ ദി ബ്രെയിൻ എന്ന ചിത്രത്തിൽ ജഗതി മുഖം കാണിച്ചിരുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി തിരിച്ചുപിടിച്ച ഓസ്ട്രേലിയ. സിഡ്നി ടെസ്റ്റിൽ 6 വിക്കറ്റിന് ഇന്ത്യയെ തോൽപ്പിച്ച ഓസീസ് 3-1 5 മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കി. 6 വിക്കറ്റിന് 141 റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 157 റൺസിന് ഓൾ ഔട്ടായി. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ സ്കോട്ട് ബോളണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റുകൾ പിഴുതു. 61 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. ജസ്പ്രീത് ബുംറ ഇല്ലാതെ ബൌളിംഗിനെത്തിയ ഇന്ത്യയെ അതിവേഗത്തിൽ ഓസീസ് തോൽപ്പിക്കുകയായിരുന്നു. 32 വിക്കറ്റ് വീഴ്ത്തിയ ബുംറയാണ് പരമ്പരയിലെ താരം. തോൽവിയോടെ ഇന്ത്യ ആദ്യമായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കാണാതെ പുറത്തായി. ഫൈനലിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി ആണ് ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് സീനിയർ ബാറ്റർമാരുടെ ഫോമില്ലായ്മയാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കരിയറിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന പരമ്പരയായിരിക്കും ഇത്. ഫോം ഔട്ടിന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ക്യാപ്റ്റന് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്.
പരമ്പരയിലെ 5 ഇന്നിംഗ്സുകളിൽ നിന്ന് ആകെ 31 റൺസ് മാത്രം നേടിയ രോഹിത് ടെസ്റ്റിൽ നിന്ന് വിരമിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വാലറ്റക്കാരൻ ജസ്പ്രീത് ബുംറ ഈ പരമ്പരയിൽ നേടിയത് 42 റൺസ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ സമ്പാദ്യമാകട്ടെ 31 റൺസും. 5 ഇന്നിംഗ്സുകളിലെ ഉയർന്ന സ്കോർ 10 റൺസ്. 2024 രോഹിത് കളിച്ചത് 27 ഇന്നിംഗ്സുകൾ. ഫെബ്രുവരിയിൽ രാജ്കോട്ടിലും മാർച്ചിൽ ധരംശാലയിലും ഇംഗ്ലണ്ടിനെതിരെ നേടിയ സെഞ്ചുറികൾ മാറ്റി നിർത്തിയാൽ ദുരന്തമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റന്റെ പ്രകടനം. 11 വട്ടം ഇരട്ടസംഖ്യ കാണാതെ തിരികെ കയറി രോഹിത്. 38-ാം വയസ്സിലേക്ക് കടക്കുന്ന രോഹിത്തിന് കണ്ണും കൈയും തമ്മിലുള്ള ഏകോപനം നഷ്ടമാകുന്നതാണ് പ്രധാന പ്രശ്നം. ശരീരഭാരം കൂടിയതോടെ പ്രിയപ്പെട്ട പുൾ ഷോട്ടുകൾ കളിക്കാൻ പോലും രോഹിത്തിന് കഴിയുന്നില്ല. ലാപ്ടോപ്പും പേനയുമായി പ്രസ് ഗ്യാലറിയിലിരിക്കുന്നവരല്ല തന്റെ കരിയർ തീരുമാനിക്കുന്നതെന്ന ഡയലോഗ് വീശിയെങ്കിലും കാര്യങ്ങൾ സുഗമമല്ല ക്യാപ്റ്റന്. രോഹിത്തിന് സമാനമല്ലെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഫോമിലാണ് വിരാട് കോഹ്ലിയും. തുടർച്ചയായി ഓഫ് സ്റ്റംപിന് പുറത്തെ കെണിയിൽ വീഴുന്ന കോഹ്ലിയെ അതിരൂക്ഷമായി വിമർശിച്ചത് സാക്ഷാൽ സുനിൽ ഗാവസ്കറാണ്. ഫുട്വർക്കിലെ വീഴ്ച ഫോമില്ലായ്മ കൊണ്ടാണെന്ന് ഗാവസ്കർ ചൂണ്ടിക്കാട്ടുന്നു. പരമ്പര കൈവിട്ട ശേഷം കോച്ച് ഗൗതം ഗംഭീർ രോഹിത്തിനെയും കോഹ്ലിയെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കാത്തതും ശ്രദ്ധേയമാണ്. ആവശ്യമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിനെ ആശ്രയിക്കണമെന്ന് പേരെടുത്ത് പരാമർശിക്കാതെ പറഞ്ഞു ഇന്ത്യൻ പരിശീലകൻ. ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇനി ഇന്ത്യക്ക് ടെസ്റ്റ്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലും അതൃപ്തിയുള്ള സാഹചര്യമാണ്. ഹിറ്റ്മാനും കിങ് കോഹ്ലിയുമില്ലാത്ത ടീം പ്രഖ്യാപനമാണ് വരുന്നതെങ്കിൽ ഒരു തലമുറ മാറ്റത്തിനുള്ള സമയമായി എന്ന് ഉറപ്പിക്കാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,180 രൂപ, പവന് 57,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,960 രൂപ, പവന് 47,680 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം അംഗപരിമിതരായ മനുഷ്യരുടെ കഥയാണ്. ആലപ്പുഴ ചേർത്തലയിലെ കരുതൽ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് ഇരുൾ മൂടിയ ജീവിതത്തിന് സ്വയം വെളിച്ചം പകരുകയാണ് അവർ. തളർത്താൻ നോക്കിയ വിധിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ ആ മനുഷ്യരെ കണ്ടുവരാം. ഏറ്റവും പോസിറ്റീവായ ചില കാഴ്ചകളിലേക്കാണ് ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല അയ്യപ്പൻചേരി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ അംഗപരിമിതരായ 5 വ്യക്തികൾ ചേർന്ന് ഒരുക്കിയ ഒരു കൃഷി. അവരെങ്ങനെയാണ് അവരുടെ പരിമിതികളെ മറികടന്ന് ജീവിതത്തിൽ വിജയത്തിലേക്കും ഒപ്പം തന്നെ സ്വന്തമായ ഒരു സന്തോഷത്തിലേക്കും പോകുന്നത് എന്നാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. തോട്ടത്തിൽ കൃഷിയിൽ സ്കൂട്ടർ പോയിട്ട് പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ പരിമിതികളെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കരുതൽ കൃഷിക്കൂട്ടത്തിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ വിളവെടുപ്പ്, പയറിൻ്റെ വിളവെടുപ്പ് അത് പാകമായോ നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി വന്നത്. ഇപ്പോൾ വണ്ടി വരാത്ത സമയം വണ്ടി പോകാത്ത സ്ഥലത്ത് ഞാൻ വീൽ ചെയറിലാണ് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഈ കൃഷി പയറും മറ്റുള്ള വെണ്ടയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് വീൽ ചെയറിലൂടെയാണ്. ഈ 5 പേരിൽ കൃഷി ചെയ്യുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗീത ചേച്ചി ഉണ്ട്. ഗീത ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇതിനൊക്കെ അതിജീവിച്ച് പോകുന്ന കാണുമ്പോൾ. എന്തെടുക്കോ? ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ സ്റ്റാഫാണ്. ജോലിയും ഇതും എല്ലാം കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകും. അതിജീവിതരുടെ കഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. നിലമ്പൂർ DFO ഓഫീസിന്റെ പൂട്ട് പൊളിച്ചുള്ളിൽ കയറിയ സംഭവത്തിൽ PV അൻവറിനെതിരെ കേസെടുത്തിരുന്നു. 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. നിലമ്പൂർ പോലീസാണ് കേസെടുത്തിരുന്നത്. അൻവറിന് പുറമെ 11ഓളം പേർക്കെതിരെയും കേസെടുത്തു. ആ വാർത്ത നമ്മൾ ഈ ബുള്ളറ്റിനിൽ തന്നെ നൽകിയതാണ്. ഇപ്പോൾ അൻവറിന്റെ വസതിക്ക് മുന്നിൽ പോലീസിന്റെ വലിയ സന്നാഹം എത്തിയിരിക്കുകയാണ്. അൻവറിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അൻവറിന്റെ പോലീസിന് മുന്നിലുള്ള പോലീസ് സന്നാഹത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അൻവർ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നത് CV അനുമോദ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, അൻവർ വീട്ടിലുണ്ട്. വീട്ടിന് മുന്നിലൊക്കെ പോലീസിന്റെ വലിയ സന്നാഹം ഒരുക്കിയിരിക്കുന്നു. DYSP സ്ഥലത്തെത്തിയോ? അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? രേണുക, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം ലഭ്യമാകുന്നത് നിലമ്പൂർ DYSP അദ്ദേഹത്തിന്റെ അൻവറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്.
പോലീസിന്റെ സന്നാഹം അത് ഡിവൈഎസ്പിയുടെ കൂടെ തന്നെയുണ്ട്. പക്ഷേ അത് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് പറയാനാകില്ല. ഒന്ന്, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ജാമ്യമില്ലാത്ത കേസാണെങ്കിലും പൊതുമുതൽ നശിപ്പിച്ച കുറ്റം, അതേപോലെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കുറ്റം, ഇങ്ങനെ 2 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്പീക്കറുടെ അനുവാദം വാങ്ങണം, നിയമസഭയുടെ ചില ചട്ടങ്ങളൊക്കെ. അപ്പോൾ അത് എത്രമാത്രം പാലിക്കപ്പെടും എന്നുള്ളത് കണ്ടറിയണം. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നിയമസഭ സ്പീക്കർ അറിയിച്ചാലും മതി എന്ന വ്യവസ്ഥയും നമുക്ക് അങ്ങനെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അല്പം അവ്യക്തത നിലനിൽക്കുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിൽ വലിയൊരു പോലീസ് സന്നാഹം എത്തിയത്, വലിയൊരു ബറ്റാലിയൻ തന്നെ എത്തിയതാണ് ഇപ്പോൾ ചില സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാലെങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് പോലീസിന്റെ ഒരു സന്നാഹത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ? അനുമോദ്, പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ? പ്രവർത്തകരെ പോലീസ് നിയന്ത്രിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. കാരണം കേട്ടറിഞ്ഞ് പ്രവർത്തകർക്ക് എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് ഇത്തരം തിടുക്കത്തിൽ അൻവറിനെതിരെ കേസെടുത്ത് അത് അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഈ രാത്രി തന്നെ തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ഒരു കുറ്റം അൻവർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാകും അൻവറിനെ അറസ്റ്റ് ചെയ്താൽ തന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചോദിക്കുക. കാരണം പൊതുപ്രവർത്തകർക്കെതിരെയും ഇത്തരം സമര പരിപാടികൾക്കെതിരെയും ഒക്കെ പോലീസ് ചുമത്തുന്ന 2 കുറ്റങ്ങളാണിത്. അപ്പോൾ ഇത് കോടതിയിൽ നിന്നും വളരെ വേഗത്തിൽ ജാമ്യം കിട്ടുന്ന ഒരു സാധ്യത കൂടിയുള്ള വകുപ്പുകളാണ്. അത്തരം ഇപ്പോൾ അൻവറിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഈ ഇത്രയും തിടുക്കപ്പെട്ട എടുത്ത നടപടികളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ട് അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷെ അൻവറിനെ ചോദ്യം ചെയ്യാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം അതോടൊപ്പം ഏത് സാധ്യതയെ നേരിടാൻ വേണ്ടി ശരി. ഇപ്പോൾ BS മനോജ് കുമാർ, DMKയുടെ സംസ്ഥാന കോർഡിനേറ്റർ നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ മനോജ് കുമാർ, ഒരു പക്ഷേ അൻവറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന വിവരമാണ് വരുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അൻവറിന്റെ മൊഴിയെടുക്കുന്നു എന്ന വിവരം വരുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കേരളത്തിലെ നിലമ്പൂർ MLA ശ്രീ PV അൻവർ കേരളത്തിൽ 440-450ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ, അതോടൊപ്പം തന്നെ 63ഓളം നിയമസഭാ മണ്ഡലങ്ങളിലെ കർഷകർ, അതുപോലെ തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളടക്കമുള്ള ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് കാട്ടാന ചവിട്ടേറ്റ മരണമടയുന്നവരുടെ എണ്ണം ഭീകരമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിർത്തിക്കൊണ്ട് അവയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം വനം തീർച്ചയായും ആ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അവിടെ എത്തിയിരിക്കുകയാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കമാണ് നടക്കുന്നത്. അറസ്റ്റ് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. ആ രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും? ഞങ്ങൾ നേരിടുന്നത് നിയമപരമായി നേരിടും. കാരണം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായിട്ടുണ്ടായ നിയമപരമായി നേരിടും എന്നതാണ് BS മനോജ് കുമാർ സൂചിപ്പിക്കുന്നത്. DMKയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു നിലമ്പൂർ MLA എന്നത് സൂചിപ്പിക്കുന്നു. എന്തായാലും അൻവറിന്റെ വീടിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. അകത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അൻവറിന്റെ മൊഴിയെടുക്കുന്നു. ഫോറസ്റ്റ് ഓഫീസിന്റെ പൂട്ട് പൊളിച്ചകത്ത് കടന്ന് അക്രമം നടത്തിയ സംഭവത്തിലാണ് പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത്. ഇടവേളയ്ക്ക് ശേഷം Q18 കാണാം. നമസ്കാരം.